നടൻ അജിത്തുമായിട്ടുള്ള വിവാഹത്തോടുകൂടി സിനിമാ ജീവിതം പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുകയാണ് നടി ശാലിനി. അടുത്തിടെ കാർ റേസിംഗിൽ വിജയിച്ച അജിത്തിനൊപ്പം ശാലിനിയും മക്കളുമൊക്കെ ഉണ്ടായിരുന്നു. തനിക്ക് പിന്തുണ നൽകി കൂടെ നിന്നതിന് ഭാര്യയെ ചേർത്ത് പിടിക്കുകയും നന്ദി പറയുകയും ഒക്കെ ചെയ്യുന്ന അജിത്തിന്റെ വീഡിയോ വൈറലായിരുന്നു. ബാലതാരമായി അഭിനയിച്ച് സൂപ്പർ താര പദവിയിലേക്ക് വളർന്ന നായികയാണ് ശാലിനി. അങ്ങനെ മലയാളത്തിലും തമിഴിലുമൊക്കെ സൂപ്പർ നായികയെ നിൽക്കുമ്പോഴാണ് നടൻ അജിത്തുമായി ഇഷ്ടത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും. ഇപ്പോഴിതാ ശാലിനി സിനിമയിലേക്ക് എത്തിയ കഥ വൈറലാവുകയാണ്. ഫിൽമി പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് നടി തന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. ഫാസിൽ സംവിധാനം ചെയ്ത എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന സിനിമയിലാണ് ശാലിനി ആദ്യമായി അഭിനയിക്കുന്നത്. മോഹൻലാൽ, ഭരത് ഗോപി അടക്കമുള്ള താരങ്ങളുള്ള സിനിമയാണെങ്കിലും അതിലെ കേന്ദ്ര കഥാപാത്രം ശാലിനിയുടേതാണ്. അതിന് പറ്റിയ ഒരു കുട്ടിയെ ഒത്തിരി തപ്പിയതിന് ശേഷമാണ് ചെന്നൈയിൽ താമസിക്കുന്ന ശാലിനിയെ കണ്ടെത്തുന്നത്. ചെറിയ കുട്ടിയായതുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന സ്വഭാവമായിരുന്നു. ഏകദേശം 6 മാസത്തോളം ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് ശാലിനിയെ കൊണ്ട് അഭിനയിപ്പിക്കുന്നത്. വേറെ വല്ല സംവിധായകനുമായിരുന്നെങ്കിൽ മറ്റൊരു കുട്ടിയെ കണ്ടെത്തിയേനെ. പക്ഷേ ഫാസിൽ അത് ചെയ്തില്ല. പകരം ആ കുട്ടിയെ കൊണ്ട് അഭിനയിപ്പിച്ച് മാമാട്ടി തരംഗമുണ്ടാക്കി. മാമാട്ടിയൊന്ന് എടുക്കാൻ മലയാളികൾ ആഗ്രഹിച്ചു. അതുപോലൊരു കുഞ്ഞിനെ വേണമെന്നാണ് പലരും ആഗ്രഹിച്ചത്. മാത്രമല്ല മാമാട്ടിയുടെ ഹെയർ സ്റ്റൈലും വസ്ത്രങ്ങളും ഒക്കെ എല്ലാവരും ഏറ്റെടുത്തു. പിന്നീട് ആ ബാലതാരം ഒരു സൂപ്പർ സ്റ്റാറായി. ശാലിനിക്ക് വേണ്ടിയും അവരെ നായികയാക്കിയും കഥകൾ എഴുതി. പലരും ശാലിനിയെ വെച്ച് സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ചു. മറ്റ് താരങ്ങളെക്കാളും ശാലിനിയുടെ ഡേറ്റാണ് ആദ്യം വാങ്ങുക. അങ്ങനെയാണെങ്കിൽ നിർമ്മാതാവും വിതരണക്കാരനും ഒക്കെ ഓക്കെയാകും. തന്റെ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽക്കാതെ അവളുടെ കഴിവ് ഉപയോഗിച്ച് പ്രതിഫലം വാങ്ങാനും സിനിമകൾ ചെയ്യാനുമൊക്കെ ശാലിനിയുടെ പിതാവ് ബാബുവിന് സാധിച്ചു. ഒരു ബാലനടിക്ക് കിട്ടാത്ത പേരും പ്രശസ്തിയും പണവും ശാലിനിക്ക് ലഭിച്ചു. തന്റെ മകളുടെ പ്രതിഫലം താൻ തീരുമാനിക്കുമെന്ന് ബാബു തീരുമാനിച്ചു. മമ്മൂട്ടി അടക്കമുള്ള താരങ്ങൾ സെറ്റിലെത്തിയതിനു ശേഷമാണ് അദ്ദേഹം മകളുമായി പുറപ്പെടുകയുള്ളൂ. പിതാവ് പറഞ്ഞാൽ മാത്രമേ ശാലിനി അനുസരിക്കുകയുമായിരുന്നുള്ളൂ. സംവിധായകൻ ആക്ഷൻ പറഞ്ഞാലും അനുസരിക്കാതെ വരുമ്പോൾ ബാബു വന്നിട്ട് വഴക്കു പറയും. അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാലേ ആ കുട്ടി അനുസരിക്കുമായിരുന്നുള്ളൂ. ശരിക്കും ശാലിനിയെ നിയന്ത്രിച്ച ഡയറക്ടർ പിതാവ് ബാബു ആയിരുന്നു. ഡബിൾ റോളിൽ പോലും ശാലിനി അഭിനയിച്ചു. ഒരു സൂപ്പർ സ്റ്റാറിന് ലഭിക്കുന്ന എല്ലാ പരിഗണനകളും പ്രതിഫലവുമൊക്കെ താരം സ്വന്തമാക്കി. 5 or 6 വയസ്സുള്ളപ്പോൾ സൂപ്പർ സ്റ്റാർ ആവാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.